ദൈവത്തിന് സ്തുതി. ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. ഈ ചടങ്ങിന് പ്രാരംഭമായി പ്രാർത്ഥനയിൽ നമ്മെ നയിക്കാൻ അഭിമന്യ സക്രിയാസ് മാർ എഫ്രേം തിരുമേനിയോട് വിനയപൂർവ്വം അപേക്ഷിക്കും. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങയെ ആരാധിപ്പാൻ തിരുസന്റെ അടുത്ത് വരുവാൻ തരുന്ന സാഹചര്യത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് നൽകിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നു. പ്രിയപ്പെട്ട ഷാജി ജോർജ് സാറിന്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ മകളിലൂടെ ഞങ്ങൾക്കൊക്കെ ലഭ്യമായിട്ടുള്ള അനേകം പുസ്തകങ്ങളെയും ആശയങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നു. കർത്താവേ, ഇന്ന് ഒരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹത്തിനും ഹാജരമായി തീരുന്നതിനും അനേകരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നതിനും സഹായിക്കണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് പ്രകാശനം നിർവഹിക്കുന്നു അഭ്യന്തര പോലത്തെ തിരുമേനിക്കായി ഭരണവാസിക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്ന CSS വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനെപ്പറ്റി പ്രവർത്തിക്കുന്ന അനേകർക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, എല്ലായിടത്തും അവിടുത്തെ കൃപയും സാന്നിധ്യം അനുഭവിപ്പാൻ, അവിടുത്തെ കൃപയിൽ നിലനിൽപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയെ വാഴ്ത്തണമേ. അവിടുത്തെ കാരണത്തിന് മരണം നിർത്തണമേ. യേശു മിശിഹാമൂലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വാഗതം ആശംസിക്കുവാനായി ബഹുമാനപ്പെട്ട ഷാജി ജോർജ് സാർ. ഏറ്റവും സ്നേഹാഭിമന്യമായ മഴയായി പെയ്തുകൊണ്ടിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർ മെത്രാപ്പോലീത്ത തിരുമേനി എല്ലായ്പ്പോഴും വാത്സല്യത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും മഴയായി പെയ്യുന്ന ഏറ്റവും സ്നേഹാഭിമന്യനായ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് എഫ്രേം മെത്രാപ്പോലീത്ത തിരുമേനി, മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് ദൈവം നൽകിയ പുതിയ അനുഗ്രഹ മഴയായ അഭിമന്യ സക്രിയാസ് മാർ എഫ്രേം എപ്പിസ്കോപ്പ തിരുമേനി, ഏറ്റവും ആദരണീയനായ വികാരി ജനറൽ വെരി റവറൻഡ് ഡോക്ടർ ഈശോ മാത്യു അച്ഛൻ, ഏറ്റവും ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ളവരെ, സ്നേഹവന്ദനം. വളരെയധികം സ്തോത്രത്തോടും വിനയത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 20ാമത്തെ മഴ കാത്തു കിടക്കും വിത്തുകൾ എന്ന പുസ്തകം ഇന്നത് പുസ്തക പ്രകാശനത്തിലൂടെ അത് അങ്കുരിക്കുമ്പോൾ ആ ഒരു കർമ്മത്തിന് അനുഗ്രഹമേകാനെത്തിയിരിക്കുന്ന അഭിമന്യ തിരുമേനിമാരെയും പ്രിയപ്പെട്ട അച്ഛന്മാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മഴ എന്ന് പറയുന്നത് ഒരു വലിയ പ്രതീകമാണ്. വിത്തെന്ന് പറയുന്നതും ഒരു പ്രതീകമാണ്. മഴയും വിത്തും തമ്മിലുള്ള ഒരു വിശുദ്ധ വിവാഹത്തിലൂടെയാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവൻ്റെ തളിർപ്പുകളും പ്രത്യക്ഷപ്പെടുന്നത്. എപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിൽ വിത്തുകളുണ്ട്. എല്ലാവരും ഓരോ അർത്ഥത്തിൽ വിത്തുകൾ തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു നല്ല മഴ നമുക്ക് ലഭിക്കണമേ, നമ്മളെ ഒന്ന് തളിർപ്പിക്കുവാൻ, നമ്മെ ഒന്ന് കുളിർപ്പിക്കുവാൻ, നമ്മെ ഒന്ന് മുളപ്പിക്കുവാൻ ഒരു നല്ല മഴ ലഭിക്കണമേ എന്ന് ഓരോ വിത്തിൻ്റെ അന്തരംഗത്തിലും ഒരു പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മഴയും ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ സ്വീകരിക്കാൻ തക്കവണ്ണം മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവിൽ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു വിത്തിന് മനസ്സുണ്ടാകണമേ എന്ന് അതും ആഗ്രഹിക്കും. വെറുതെ ഒരു മൈതാനത്ത് പെയ്ത് ഒഴുകിപ്പോകുന്ന മഴയായി തീരാതെ താൻ ഈ പെയ്യുന്നത് കൊണ്ട് ചില വിത്തുകൾ തളിർപ്പിക്കണം എന്ന ആഗ്രഹം മഴയ്ക്കുള്ളത് കൊണ്ട് ആ മഴ മനസ്സുള്ളവർക്കെല്ലാം അങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ എന്നെ മുളപ്പിക്കുവാൻ ഒരു മഴയുണ്ടാകണമേ എന്നൊരു വിത്തിൻ്റെ പ്രാർത്ഥനയും, താൻ പെയ്യുന്ന മഴ വിത്തുകൾക്കെല്ലാം അനുഗ്രഹമായി തീരണമേ, അത് സ്വീകരിക്കാൻ വിത്തുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന
മഴയുടെ പ്രാർത്ഥനയും ഒത്തുചേരുന്നിടത്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസവും ജീവിതവുമെല്ലാം നിർവഹിക്കപ്പെടുന്നത് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ആശയം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനൊരു പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിലെല്ലാം അധ്യായങ്ങളിലും ആ ഒരു മഴയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം തന്നെ ഒരു മഴ കാത്തു കിടന്ന വിത്താണ്. ഞാനിത് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് മഴക്കാലമാണല്ലോ, അന്നേരം പ്രകാശനം ചെയ്യാം. എന്നാൽ ഇത് ഏതു മഴയിലാണ് തളിർക്കേണ്ടത് എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും പ്രിയപ്പെട്ട സാംജി ഘോഷ് അച്ഛൻ അപ്പോൾ CSSൻ്റെ ചുമതല ഏറ്റെടുത്തു. പ്രിയപ്പെട്ട അച്ഛൻ മറ്റൊരു ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വീട്ടിലൊരിക്കൽ വന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നത് ഞാൻ അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ ഈ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെ, വന്നു കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണുള്ള കല്യാണമൊക്കെ പലപ്പോഴും നടക്കുന്നത്. അങ്ങനെ CSS അത് ഏറ്റെടുക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അച്ഛൻ അതിനെ കൊണ്ടുപോയി മുഴുവൻ വായിച്ച് അതിൻ്റേതായ എല്ലാ സജഷൻസ് നൽകി ആസ്വാദനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛൻ്റെ ഒരു വലിയ അനുഗ്രഹം സ്പർശിച്ചു. ഇന്നലെ ഞാൻ അവിടെ CSS ചെന്ന് ഇന്നലെയാണ് ഞാൻ ഈ ബുക്ക് കണ്ടത്. അപ്പോൾ അച്ഛൻ അവിടേക്ക് വന്നപ്പം ചോദിച്ചു, കൊച്ചിന് അപ്പൻ്റെ ചായയാണോ അമ്മയുടെ ചായയാണോ എന്ന് സാധാരണ ചോദിക്കാറുണ്ടല്ലോ, ഇതിന് ആരുടെ ചായയാണ്? ഞാൻ പറഞ്ഞു സാംജി ഘോഷ് അച്ഛൻ്റെ ചായ ആകാനാണ് കൂടുതൽ സാധ്യത. കാരണം അച്ഛനകത്ത് ഒത്തിരി വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഹൃദയം മാത്രമാണ് എൻ്റേത്. ചായ സാംജി ഘോഷ് അച്ഛൻ്റെ ചായയാണ്. പിന്നെ അതിനകത്ത് നല്ല കവറ് മനോഹരമായിട്ട് എബ്രഹാം ഫറീസ് അച്ഛൻ മനോഹരമായിട്ട് അതികമനീയമായ രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് അനുഗ്രഹിച്ചു. ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സാണ് അത് പേജ് സെറ്റിങ്ങും ഒക്കെ നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മഴ കാത്തു കിടന്നപ്പോൾ ലഭിച്ച മഴയാണ് CSSലൂടെ എനിക്ക് ലഭിച്ചത്. അതാണിങ്ങനെ വരാൻ കാരണം. അപ്പോൾ ഈ പുസ്തകത്തിലെ ഓരോ ആർട്ടിക്കിളിലും ഈ ഒരു മഴയുടെ അംശം വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹിച്ച് ആദരിച്ച, എന്നെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച EJ ജോർജ് അച്ഛനെക്കുറിച്ച് അതിനകത്തൊരു ആർട്ടിക്കിളുണ്ട്. അതിൽ അച്ഛൻ ഒരിക്കൽ കറ്റാനത്ത് അച്ഛൻ്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിലായിരിക്കും അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കീവറീത് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം അവിടെ പള്ളിയിൽ ശുശ്രൂഷകനൊക്കെ ആയിരുന്ന ആളാണ്. വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നു. അപ്പോൾ സമീപത്തുള്ള അദ്ദേഹത്തിന് പരിചയമുള്ള അച്ഛൻ, അപ്പം EJ ജോർജ് അങ്ങോട്ട് പുതുതായി വന്ന ആളാണ്. സമീപത്തുള്ള അച്ഛനോട് മകനെ വിട്ട് വിളിപ്പിക്കുകയാണ്. കാരണം തൻ്റെ അന്ത്യ സമയം അടുത്തു, ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം വിളിപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇടവക വികാരിയായിട്ട് EJ ജോർജ് വന്നിട്ടുണ്ടല്ലോ, അച്ഛൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല, അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാൽ തീർച്ചയായിട്ടും അച്ഛനപ്പം അങ്ങോട്ട് ചുമതലയെ പ്രവേശിച്ചേ ഉള്ളൂ, തീർച്ചയായിട്ടും അച്ഛൻ വരും. അങ്ങനെയാണ് അച്ഛനെ അറിയിക്കുന്നു. അച്ഛൻ പെട്ടെന്നൊരു സൈക്കിൾ എടുത്ത് അവിടെ കീവറിയാട്ടിനടുക്കെ ചെല്ലുന്നു. അപ്പോൾ തന്നെ വലിയൊരു അനുഗ്രഹ മഴയാണ്. കാരണം അങ്ങനെ ഒരു മനുഷ്യനൊരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ച് പോരുക എന്ന് പറയുന്നത് തന്നെ അനുഗ്രഹ മഴയാണ്. എന്നാൽ അച്ഛൻ ചെയ്തത്, അച്ഛൻ അത് കീവറിയേട്ട ഞാനിങ്ങോട്ട് വന്ന ഉടനെ ചേട്ടൻ പോയാൽ എങ്ങനെയാണ്, കീവറിയേട്ടൻ പോയാൽ എങ്ങനെയാണ്, നമുക്കിനി എത്രയോ കുർബാനയ്ക്ക് ഒരുമിച്ച് പങ്കെടുക്കേണ്ടത്, എത്രയോ ഭവന സന്ദർശനങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ കീവറിയേട്ടൻ പോവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാകുന്നത്? മരുന്നൊക്കെ ഇപ്പം റെഡിയാക്കുക. അപ്പം കൊച്ചമ്മ അവിടെ നിന്ന് മരുന്നൊക്കെ എത്തിച്ചു, അച്ഛൻ കുറച്ച് തുകയൊക്കെ കൊടുത്തു. അങ്ങനെ കീവറിയേട്ടൻ പിന്നീട് അച്ഛൻ്റെ ശുശ്രൂഷാകാലം മുഴുവൻ അച്ഛനോടൊപ്പം അവിടെ ശുശ്രൂഷയെ പങ്കാളിയാവുകയും അച്ഛൻ പിന്നീട് ഹോസ്കോട്ടിന് പോകുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു തുകയും വരെ സംഭാവന ചെയ്ത് അങ്ങനെ അച്ഛനെ അവിടെ നിന്ന് യാത്രയാക്കിയ കഥ പറയുകയാണ്, ആ സംഭവം പറയുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, നമ്മൾ വിചാരിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പ്രാർത്ഥിക്കുന്നതാണ് അനുഗ്രഹ മഴ. പക്ഷേ ആ വിത്തിനെ പുനർജീവിപ്പിക്കുന്ന മഴയായിട്ട് അവിടെ EJ ജോർജ് അച്ഛൻ പെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഡോസ്റ്റോവസ്കിയുടെ കുറ്റവും ശിക്ഷ എന്ന നോവലിൽ ഒരു രംഗം പറയുന്നുണ്ട്. റസ്കോൾനിക്കോവ് 2 കൊലപാതകം നടത്തിയ ഒരാളാണ്. ഒരു ചേടത്തിയെ കൊല്ലുന്നു, അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന അനിയത്തിയെ അതിൻ്റെ പേരിൽ കൊല്ലുന്നു. അങ്ങനെ അയാൾ വലിയ കുറ്റവാളിയായിട്ട്, എന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ റസ്കോൾനിക്കോവ് കുറ്റവാളിയായിട്ട് പിടിക്കപ്പെടുന്നില്ല. വേറെ ആരെയോ കുറ്റവാളിയായിട്ട് പിടിക്കപ്പെട്ട് അദ്ദേഹം ജയിലിലൊക്കെ അടയ്ക്കപ്പെടുന്നുണ്ട്. റസ്കോൾനിക്കോവ് ഇങ്ങനെ പിടിക്കപ്പെടാതെ നടക്കുന്ന കുറ്റവാളിയാണ്. അങ്ങനെ നടക്കുമ്പോൾ സോണിയ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ, അവളുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദം മൂലം വഴിതെറ്റിയൊക്കെ സഞ്ചരിച്ചവളാണ്. പക്ഷേ വേദപുസ്തകത്തെയൊക്കെ ഹൃദയത്തിൻ്റെ ശുദ്ധിയുള്ള ആളാണ്. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗം കുറ്റവും ശിക്ഷയും ഡോസ്റ്റോവസ്കി വർണ്ണിക്കും. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ റസ്കോൾനിക്കോവ് പറയുകയാണ്, ലാസറിൻ്റെ ഉയർപ്പിൻ്റെ ഭാഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗം വായിക്കുക.
അപ്പോൾ സോണിയ എടുത്ത് വായിക്കുകയാണ്. ഉടനെ പറയാം ഞാനിത് വായിക്കാറുള്ളതാണ്, കാരണം എനിക്കിതൊരു സുഹൃത്ത് തന്നതാണ് ഈ വേദപുസ്തകം. അപ്പോൾ ചോദിക്കാൻ ആരാണ് നിനക്ക് ഈ തന്നത്? അപ്പോൾ പറയാണ് ഈ എലിസബത്ത് എന്ന് പറഞ്ഞ ആൾ തന്നതാണ്. ആ എലിസബത്ത് എന്ന് പറയുന്നത് ഈ റസ്കർനിക്കോവ് കൊന്ന രണ്ടാമത്തെ ആളാണ്. അപ്പോൾ റസ്കർനിക്കോവ് അവിടെ വായിച്ച് കേൾക്കുന്നത് താൻ കൊന്ന ഒരു സ്ത്രീ ഏതോ ഒരു കാലത്ത് ഇവർക്ക് കൊടുത്ത വേദപുസ്തകമാണ്. അങ്ങനെ ലാസറിൻ്റെ ഉയർപ്പിൻ്റെ ഭാഗം വായിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പുതിയൊരു രൂപാന്തരത്തിൻ്റെ തലത്തിലേക്ക് ഉയരുകയാണ്. ഒരു മെഴുകുതിരി ആണ് അവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ആ മെഴുകുതിരി കത്തിത്തീരുമ്പോൾ ഇവർ രണ്ടും പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ ആ വചനമഴയാണ് അവരെ രൂപപ്പെടുത്തുന്നത്. എന്നാൽ അവിടെ ഒരു മെഴുകുതിരി വെട്ടമുണ്ട്. ആ മെഴുകുതിരി വെട്ടമാണ് വായിക്കാനായിട്ട് സഹായിക്കുന്നത്. വാസ്തവത്തിൽ ഈ പുസ്തകമായാലും ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പോലും കാണുന്നതാണ്. നമുക്കൊരു പക്ഷേ വചനമഴ പെയ്തുകൊണ്ടിരിക്കും, എന്നാൽ നമുക്കവിടെ ഒരു ചെറിയ വെട്ടമായി നിൽക്കുന്നതിലൂടെ പലർക്കും ഇത് വായിക്കാൻ സഹായകരമാകും. അങ്ങനെ ഒരു പുസ്തകം എന്ന നിലയിൽ ആണ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ച് പോലും അവസാനവും അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഒരു പ്രകാശനമാണല്ലോ ഇവിടെ നടക്കുന്നത്. അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർ മെത്രാപ്പോലീത്ത തിരുമേനിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ CS ഇത് ഏറ്റെടുക്കുമെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ ആ പ്രിൻ്റ് എടുത്ത ഭാഗം തിരുമേനിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ തിരുമേനി പറഞ്ഞാൽ മുഴുവൻ വായിച്ച് എന്നിട്ട് അവതാരിക്ക് വേണ്ടി കൊടുത്തതാണ്. തിരുമേനി സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ 11 പേജാണ് അവതാരിക എഴുതി തന്നത്. സത്യത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടില്ലേ പോലും ഞാൻ അവതാരിക പോലും അതെടുത്ത് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് തന്നെ വലിയൊരു ബഹുമതിയാണ്. കാരണം തിരുമേനി അത്രമാത്രം ശ്രദ്ധ വെച്ച് ഓരോ അത് ഇഷ്ടപ്പെട്ട വാചകങ്ങൾ എടുത്ത് പേജ് നമ്പറൊക്കെ കൊടുത്ത്. ഇപ്പോൾ തിരുമേനി സത്യം പറഞ്ഞാൽ എൻ്റെ ഈ കാലഘട്ടത്തിൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹ മഴയാണ്. ഒരു പ്രസംഗം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്രിസിയേഷൻ പറയും, ഒരു ആർട്ടിക്കിൾ എഴുതി അതിനെക്കുറിച്ച് പറയും. അങ്ങനെ ഒരു ചെറിയ കടുമണിയായ എന്നെ വളരാൻ പ്രേരിപ്പിക്കുന്നത് ഈ അഭിമന്യ തിരുമനസ്സാണ്. അതുപോലെ ചീറ്റയിൽ ഞാനായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അനേകം കുട്ടികളിൽ പെയ്ത അനുഗ്രഹ മഴയാണ്. ഒരിക്കൽ 2 കുട്ടികൾ അവിടെ വരികയാണ്. അവർ എവിടെയെങ്കിലും അവർക്കൊരു ജോലിക്ക് പോകണം, ടീച്ചേഴ്സ് ആകാൻ പോകണം. മെയ് മാസത്തിലാണ് വരുന്നത്. അപ്പോൾ അവർ ജോലി അന്വേഷിച്ച് വരികയാണ്. ഞാനപ്പോൾ പലയിടത്ത് വിളിച്ചു ചോദിച്ചിട്ട് ഒരിടത്തും അവർക്കൊരു സാധ്യതയില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരു ആവശ്യക്കാർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായാൽ ഞാൻ വിളിച്ചറിയിക്കാം എന്ന് ഞാൻ പറയുമ്പോഴാണ് KK കുരുള്ള എന്ന് പറഞ്ഞ അച്ഛൻ അവിടേക്ക് കയറി വരികയാണ്. തിയോഡോഷ്യസ് തിരുമേനി അന്ന് ബോംബെ ഭദ്രാസന അധ്യക്ഷനായ സമയമാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞിട്ട് വരികയാണ്, ഇവിടുന്ന് 2 കുട്ടികളെ അധ്യാപകരായിട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അച്ഛാ, ഇവരിതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അവർ ഈ മഴ കാത്ത് കിടക്കുന്ന വിത്തുകൾ പോലെ 2 പേര് അവിടെ ഇരുന്ന. അപ്പോൾ അവർ തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂ ഒന്നും വേണ്ട, അവരെ അങ്ങ് കൊണ്ടുവന്നാൽ മതി, സാറിൻ്റെ കുട്ടികളാണ് അവരെ എന്ന് പറഞ്ഞാൽ. അന്നേരം തന്നെ എന്ന് വരാമെന്ന് ചോദിക്കുന്നു. അതെല്ലാം പറഞ്ഞു കേൾക്കുന്നു. തിരുമേനി അവരെ കൊണ്ടുപോകുന്നു, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഈ ടീച്ചയിലായിരുന്ന കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവരും വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് എല്ലാം ലഭിച്ച അനുഗ്രഹ മഴയാണ്. ഇപ്പോഴും തിരുമേനിയുടെ അനുഗ്രഹ മഴ ഇങ്ങനെ ഒരു അവതാരികയിൽ ലഭിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. അഭിമന്യ തിരുമനസ്സിനെ ഭക്തി ആദരപൂർവ്വം ഈ പ്രകാശന കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ബർന്നവാസ് തിരുമേനി സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഉദ്ഘാടന സന്ദേശം നടത്തിയപ്പോൾ തിരുമേനി പ്രസംഗിച്ച് റോസമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയെക്കുറിച്ചാണ്, ലോട്ടറി വിൽപ്പനക്കാർ. ഞങ്ങളുടെ അടുത്താണ് അവർ KK റോഡിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത്. അപ്പോൾ തിരുമേനി ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള യുവജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ റോസമ്മ അവരുടെ ലോട്ടറി ടിക്കറ്റുകൾ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ആരോ പറഞ്ഞു അത് ആരാണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അവരൊരു അന്ധയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു പെൻ ക്യാമറ വെച്ചാൽ അവരെ പിടിക്കാം, ആളെ പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പെൻ ക്യാമറ വെക്കുന്നു. അങ്ങനെ ആളെയൊക്കെ അവർ പിടിക്കുന്നു. അപ്പോൾ ആ ആളിനോട് അവർ പറയുന്നുണ്ട്, നിന്നെ ഞാൻ പോലീസിലൊന്നും പിടിപ്പിക്കുന്നില്ല, അതിനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല, ഞാൻ ക്ഷമിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ പള്ളിയിൽ കേൾക്കുന്ന സന്ദേശം ഈ ക്ഷമയുടെ സന്ദേശമാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കാം. തിരുമേനി ആ പ്രസംഗം അത് യൂട്യൂബിൽ വന്ന സമയത്ത് ഞാൻ ഈ ചേച്ചിയെ കൊണ്ട് ഈ പ്രസംഗം കേൾപ്പിച്ചു. എൻ്റെ മൊബൈലിൽ അവരെ ആ പ്രസംഗം അത് അവർ കാണാൻ പറ്റുന്നില്ല, പക്ഷേ കേൾക്കാം. അയ്യോ, പിന്നെ അവർ പറയുകയാണ് എനിക്കിതിനൊന്നും ഒരു യോഗ്യത, കാരണം അവർക്ക് അങ്ങനെ ഒരു മഴ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തിരുമേനിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞുണ്ട്, തിരുമേനി നമുക്കൊരു ദിവസം അവിടെ പോകാം, സമയമെടുക്കെ പോകണം. ഞാൻ പറഞ്ഞു തിരുമേനിക്ക് സമയമുണ്ടെങ്കിൽ ഇപ്പം സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഞാൻ അവരുടെ മൊബൈൽ കൊണ്ട് കൊടുക്കാം,
അങ്ങനെ ഞാൻ ആ മൊബൈലുമായിട്ട് അവരുടെ ചെന്ന് സംസാരിക്കുമ്പോൾ തിരുമേനി എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ അവർ ഓരോ സമയത്തും പറഞ്ഞു തിരുമേനി പ്രാർത്ഥന മതി എന്ന് പറഞ്ഞ. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ വഴിയരികിലിരുന്ന് അത്തരത്തിൽ ഒരു എളിയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ലഭിച്ച ഒരു അനുഗ്രഹ മഴയാണ്. തിരുമേനി എല്ലാവരിലും ഇതുപോലെ അനുഗ്രഹ മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു. അഭിയുന്ന തിരുമനസ്സാണ് ഇന്ന് ഈ പുസ്തകം സ്വീകരിക്കുന്നത്. അഭിയുന്ന തിരുമനസ്സിനെ വളരെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിയുന്ന സക്കറിയാസ് മാർ അപ്ര എപ്പിസ്കോപ്പ തിരുമേനി ഈ ക്യാമ്പസ് ജോസഫ് മാർത്തോമ തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും ആ നാളുകളിലാണ് ഞാൻ TTA പ്രവർത്തിച്ചത്. ഇവിടെ ഞാൻ വരാത്ത ദിവസങ്ങളില്ല. എനിക്ക് എൻ്റെ സ്വന്തം പോലെ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന തിരുമേനിയാണ്. മരങ്ങൾക്കായേറ്റ് കുനിഞ്ഞ് ചാഞ്ഞിടും, ധരിച്ചു നീരം ജലതങ്ങൾ തൂങ്ങിടും, ശിരസ് സത്ര കുയിരാ സമൃദ്ധിയാൽ പരോപകാരിക്കത് ജന്മസിദ്ധമാണെന്ന് കാളിദാസൻ പണ്ട് എഴുതിയത് ഈ കാലഘട്ടത്തിൽ അന്വർത്ഥമാക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്നിപ്പം ശരിക്കും തിരുമേനി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ തിരുമേനി ഇങ്ങോട്ട് ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞാണ് വന്നത്. അത്രമാത്രം തിരുമേനി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനിയെ വളരെ സ്നേഹാദരപൂർവ്വം ഈ പുസ്തക പ്രകാശനത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഏറ്റവും ബഹുമാന്യരായ വികാരി റവറൻ ജോർജ് മാത്യു അച്ഛനുണ്ട്. അതുപോലെ ഈശോ മാത്യു അച്ഛൻ ഞങ്ങളുടെ വികാരിയും കൂടെ ആയിരുന്നു. എനിക്ക് എപ്പോഴും ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ മഴയാണ്. അതുപോലെ സഭാ സെക്രട്ടറി അച്ഛൻ VT മാമനച്ഛൻ, വൈദിക ട്രസ്റ്റി ഡേവിഡ് ഡാനിയൽ അച്ഛൻ, അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും, അതുപോലെ സാംജി കോശി അച്ഛൻ, ഈ ഞാൻ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട CSSൽ നിന്ന് ബെഞ്ചമിൻ സാർ ഇതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചാണ്. ബിജോയ് സാറ് മാനേജരായിട്ട് സാറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ TTA കുടുംബാംഗങ്ങൾ, മറ്റ് DSMCയിലെ കുടുംബാംഗങ്ങൾ, അതുപോലെ SESലെ ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട അച്ഛന്മാർ, അങ്ങനെ എല്ലാവരും. ഇന്നൊരു കബീർ എന്ന് പറഞ്ഞ് കബീർ തിരൂരിൽ നിന്ന് വന്നാണ്. അടുത്ത സമയത്ത് കബീറിൻ്റെ ഒരു കൂട്ടുകാരൻ റിഫായെ ഞാൻ 2004 പഠിപ്പിച്ചതാണ്. ഇപ്പോൾ 2004 റിഫായുമായിട്ട് ഇടയ്ക്കപ്പോൾ അവർ പുസ്തകമേളയിൽ പുസ്തകം എടുക്കാൻ പോയപ്പം അവരിങ്ങനെ പറഞ്ഞു, സാറേ ഇങ്ങനെ പുസ്തകം എടുക്കാൻ വന്നതാണ് സാറിനെ. അപ്പോൾ സാറിനെ പുസ്തകം കാണുമ്പോൾ സാറിനെ ഓർക്കുന്നുകൊണ്ട് വിളിക്കുക എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചപ്പം അടുത്തിരുന്ന് സംസാരം കേട്ട കബീർ വലിയ താല്പര്യത്തോട് റിഫായും കൂട്ടി ഒരിക്കൽ വീട്ടിൽ വന്നു. ഒരു 1 മണി തൊട്ട് 4:45 വരെ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ച, പുസ്തകം ഒരു ലഹരി പോലെ സ്വീകരിച്ച കബീറാണ്. കബീർ എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഇന്ന് അറിഞ്ഞിട്ട് അങ്ങ് തിരൂരിൽ നിന്ന് വരികയാണ്. അതുപോലെ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട TTAയിലെ കുടുംബങ്ങൾ, ഞാൻ ഇപ്പോഴും നനയുന്ന സ്നേഹത്തിൻ്റെ വലിയ മഴയാണ്. എന്നെ തളർപ്പിച്ച പ്രസ്ഥാനമാണ് STTA. അതുകൊണ്ട് മറിയൻ ടീച്ചറുണ്ട്, എഴുസൂർ ടീച്ചർ അനുസരിച്ച് സുബിൻ സാർ ഇപ്പം പുതിയ അധ്യാപനാണ്. അതുപോലെ ഓമന കൊച്ചമ്മ, അതുപോലെ പിന്നെ എന്നെ എപ്പോഴും സഹിക്കുന്ന എൻ്റെ വൈഫ് അനില ഉണ്ട്, പിന്നെ അർപ്പിക്കൂട്ടനുണ്ട്, മോനാണ്. അപ്പം അതുപോലെ എല്ലാവരെയും എന്നെ എല്ലാവരെയും പറയുന്നത് കുരുവിള സാർ മാനേജർ സാറുണ്ട്. അതുപോലെ ഇതിനു വേണ്ട എല്ലാ ക്രമീകരണം ചെയ്ത KURS അച്ഛനും ടോണി അച്ഛനുമാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രിയ ദൈവത്തിന് സ്തുതി. അഭ്യന്തര തിരുമേനിമാരെ, ശ്രേഷ്ഠരായിട്ടുള്ള വൈദികരെ, നിങ്ങളുടെ സ്നേഹിക്കുന്ന സഹോദര സഹോദരികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വായനാ ദിനമാണ്. ഈ ദിനത്തിൽ ഒരു പുതിയ പുസ്തകം പ്രസിദ്ധീകരിപ്പാൻ്റെ കൊണ്ടിടയായിട്ട് തീരുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. മഴ കാത്തുകിടക്കും വിത്തുകൾ എന്നുള്ളതായിട്ടുള്ള പുതിയ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് CSS ആണ്. സാംജി കോശത്തിനും ബിനോയൊക്കെ ഇന്നിവിടെ ഉണ്ട്. പ്രസാദക പബ്ലിഷിംഗ് ഏരിയയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണല്ലോ CSS. ഈ പുസ്തകത്തിൻ്റെ റിലീസ് ചെയ്യുന്നതായിട്ടുള്ള ഈ അവസരം ഇതിൻ്റെ ഗ്രന്ഥകർത്താവായുള്ള ഷാജി ജോസ് സാറിനെ കുറിച്ച് ഞാനൊന്നും തന്നെ ഇപ്പോൾ പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. സാറിൻ്റെ സ്വാഗത പ്രസംഗം കേട്ടാൽ തന്നെ എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാൻ പാടില്ലാത്ത വിധത്തിൽ അങ്ങ് ഒഴുകുകയാണ്. അതുകൊണ്ട് രാത്രിയും പകലും എല്ലാം വായിച്ചു കൂട്ടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുന്നതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും വായനയ്ക്കായിട്ട് നൽകിത്തരുന്ന
ഷാജി ജോസ് സാറിൻ്റെ സാന്നിധ്യം, സാറ് എഴുതിയതായിട്ടുള്ള പുസ്തകത്തിൻ്റെ ഇന്നത്തെ റിലീസിങ് ഏറ്റവും മനോഹരമായിരിക്കുന്നു. മഴ കാത്തുകിടക്കും വിത്തുകൾ എന്നുള്ള തലക്കെട്ടിലാണല്ലോ ഇത് നൽകിയിരിക്കുന്നത്. എൻ്റെ ഔദാരിക എഴുതുവാൻ്റെ കോണം എനിക്ക് ലഭിച്ചതായുള്ള അവസരം, ഞാനിവിടെ മെഡിക്കൽ ലീവിലായിരുന്ന അവസരമാണ്, അതുകൊണ്ട് വായിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യോടൊന്ന് ഞാൻ വായിച്ചു, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വായിക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. അങ്ങനെ വായിക്കുവാൻ്റെ കോണം സാധ്യമായി തീരുന്നൊരു ഗ്രന്ഥമാണ് മഴ കാത്തുകിടക്കും വിത്തുകൾ എന്നുള്ളതായുള്ള പുസ്തകം. ഓരോ അധ്യായവും ശ്രേഷ്ഠമാണ്. നിർത്തി വായിക്കേണ്ടതായിട്ട് വരും. ഒറ്റയടിക്ക് വായിച്ചു തീർക്കാൻ കഴിയുമെങ്കിലും ഓരോന്ന് പ്രത്യേകം വായിക്കുന്നതാണ് ധ്യാനാത്മകമായി വായിക്കുന്നതിന് ഏറ്റവും നല്ലതായിട്ടുള്ളത്. എല്ലാം പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല, പറഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കേണ്ട ആവശ്യകതയില്ലല്ലോ. അതുകൊണ്ട് പുസ്തകം എല്ലാവരും വായിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നു. 8:30 പോകേണ്ടതായുള്ള ആവശ്യകതയും ഞങ്ങൾക്ക് തിരുമേനിമാർക്കുണ്ട്. ഇന്ന് എപ്പിസ്കോപ്പൽ സെനഡ് നടക്കുന്നതായുള്ള ദിവസമാണ്, അതുകൊണ്ട് അതിൻ്റെ മീറ്റിങ്ങിൽ പോയി സംബന്ധിക്കണം. ദൈവം പോകുന്നതായിട്ടുള്ള പാതകൾ എന്നുള്ള തലക്കെട്ടിൽ എഴുതിയതായുള്ള പുസ്തകത്തിൽ പറയുന്നത്, ജീവപര്യന്തം തടവിലായിരുന്നൊരു തടവുകാരൻ അവിടെ നിന്ന് റിലീസ്ഡായി പുറത്തു വരുന്നതായുള്ള സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ പുറത്തു വരുമ്പോൾ ആരും തന്നെ സ്വീകരിക്കുന്നതിനായിട്ടില്ല, ഉണ്ടായിരിക്കും എന്നൊക്കെ കരുതിയെങ്കിലും ആരുമില്ല. അതുകൊണ്ട് വളരെ വിജനമായൊരു സ്ഥലത്തുള്ള വളരെ ഡയഫിലേറ്റഡ് ആയിട്ടുള്ളൊരു കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. അവിടെ ചെന്ന അവസരത്തിൽ നിൽക്കണേ, പോകരുത് എന്നുള്ള വാക്കുകൾ ഒരു ചെറിയ കുട്ടി പറയുന്നത് കേൾക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. പെട്ടെന്ന് ആരാണ് ഈ കുട്ടി, എവിടുന്നാണ് ഈ ശബ്ദം എന്നൊക്കെ കരുതി നോക്കിയ അവസരത്തിൽ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതായുള്ളൊരു കുട്ടിയെ കാണുകയുണ്ടായി. ദേഹത്ത് മുഴുവൻ മണലുണ്ട്. അതുകൊണ്ട് ഈ മണലിൽ എന്തോ ചെയ്തിട്ട് വരുന്നതായിട്ടുള്ള ഒരാളാണ് എന്നതൊക്കെ വ്യക്തമായി. അപ്പോൾ കുട്ടി ഈ ആളിനോട് പറയുകയാണ്, നിങ്ങൾ വരുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുമെന്ന്. പിന്നീട് നിർത്തിയിട്ട് പറയുകയാണ്, ഏത് വേഷത്തിലാണെങ്കിലും നിങ്ങൾ വരും എന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തടവുകാരനായിട്ടുള്ള മനുഷ്യൻ ആ കുട്ടിയോടെ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് വിചാരിച്ചാണ് നീ സംസാരിക്കുന്നത്? അതിനെന്താ സംശയം? നിങ്ങൾ ദൈവമാണ്. അദ്ദേഹത്തിന് വളരെ ആശ്ചര്യമുണ്ടായ വാക്കുകൾ കേട്ടപ്പോൾ. എനിക്കാരുമില്ല, എന്നെ കൂട്ടാമോ എന്നുള്ള ചോദ്യമാണ് അടുത്ത ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, ദൈവത്തെ ആലിംഗനം ചെയ്യുന്നത് പോലെ. അപ്പോൾ മറ്റു വാക്കുകളൊന്നും പറയുന്നതിനായിട്ട് സാധിക്കത്തില്ലല്ലോ. വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ തടവുകാരൻ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നതായുള്ള 2 വ്യക്തികൾ മഴ പെയ്തിറങ്ങുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. തടവുകാരനായിട്ടുള്ള മനുഷ്യന് ഒരു പുതിയ ജീവിതം, കുട്ടിക്ക് അമ്മ മരിച്ചതിന് ശേഷം ഒരു പുതിയ ജീവിതം. ഈ 2 ജീവിതങ്ങൾ ഈ ലോകത്തിന് ലഭിക്കുവാൻ കാരണമായി തീർന്ന സന്ദർഭത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആഴത്തിലുള്ള പവിഴമുത്തുകളൊക്കെ മുങ്ങിയെടുക്കുവാനായിട്ട് എത്ര തന്നെ ശ്രമിച്ചാലും തീരാത്രത്തോളം ഉള്ള ഒരു ശേഖരത്തിൽ നിന്നാണ് നിങ്ങൾ ഓരോരുത്തരും വായിക്കുവാനായിട്ട് പോകുന്നത്. ആ വായന ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള ആശംസയോടുകൂടി എഴുതിയതായിട്ടുള്ള ഷാജി ജോസ് സാറിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചതായുള്ള CSMന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം ഞാൻ നമ്മളുടെ അഭിവന്യ ജോസഫ് മാസ് ഭരണഭാഷ സഫ്രഗമത്രപ്പുൽത്താത്തിരിമേനിക്ക് നൽകിക്കൊണ്ട് ഞാൻ റിലീസ് ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ.
ഇരിക്കെ. മെത്രാപ്പൊലീത്ത തിരുമേനിയും അപ്പുറം തിരുമേനിയും വൈദികരെ, ദൈവജനമേ, കെട്ടിലും മട്ടിലും നന്നായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകം എത്ര ഭംഗിയായിരിക്കും എന്നതിന് സംശയമില്ല. ബഹുമാന്യനായ ഷാജി സാറിൻ്റെ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തന്നെ നാം തന്നെ ഒരു വലിയ ലോകത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിത്തുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാകും, എന്താകും ഇതിനകത്തുള്ളത്. ഒരു ഭാവി പ്രതീക്ഷയുടെ പുസ്തകമായിരിക്കുമല്ലോ ഇത്. നമ്മെ ത്രസിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ടാവും. വിത്തുകൾ പോലെ അത് നമ്മുടെ മനസ്സിലും ഉള്ളിലും നിറഞ്ഞു നിൽക്കട്ടെ. നാളെ ഉണരും, നാളെ വളരും, നാളെ ഫലം കായ്ക്കും. ഈ ഒരു പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് ജീവിക്കാൻ ആശയില്ലാതെ പോകുന്നത്. ജീവിക്കാൻ ആശയില്ലാത്തവരുടെ ലോകം വർദ്ധിച്ചു വരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാലം കൂടി വരുന്നു. ഇതിലെല്ലാം മധ്യത്തിലാണ് പ്രത്യാശയുടെ ഒരു സന്ദേശവുമായി ഷാജി സാറ് നമ്മെ അഭിമുഖീകരിക്കുന്നത്. ജീവനുള്ള കഥകളാണ് ഷാജി സാറിൻ്റെ സംഭാവനകൾ. എത്രയോ എഴുത്തുകാരുമായി നമ്മളെ അദ്ദേഹം ബന്ധിപ്പിക്കുന്നു. അടുത്ത് നിന്ന് നമ്മോട് സംഭാഷിക്കുന്ന പോലെ ഷാജി സാറിൻ്റെ രചനാ വൈദഗ്ധ്യം വളരെ വലുതാണ്. കഴിഞ്ഞ കാല പുസ്തകങ്ങളെല്ലാം അതിന് തെളിവാണ്. ഈ പുസ്തകം അതിന് മുഖാന്തരമാകും. ഒരു പുഷ്പത്തിനകത്തൊരു വിത്തുണ്ട്. മസ്ലാമണി അച്ഛൻ മാരാവൺ കൺവെൻഷൻ പ്രസംഗിച്ചതാണ്. ഒരു പുഷ്പത്തിനകത്തൊരു വിത്തുണ്ട്. അതാണ് അതിൻ്റെ മിസ്റ്ററി, അതാണ് അതിൻ്റെ രഹസ്യം. ഒരു ജീവനുള്ളിൽ തുടി കൊട്ടുന്നു. അത് പാകമായ മണ്ണിലും വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിലും അത് വളരും, ഉയരും, ഒരു വൻവൃക്ഷമായിട്ട് തീരും, വീണ്ടും ഫലം കായ്ക്കും. ഇതുപോലെയാണ് ഈ രഹസ്യം ദൈവം ഓരോന്നിനും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഒരു മുട്ടയ്ക്കകത്തൊരു ജീവൻ, 21 ദിവസം കഴിയുമ്പോൾ അതിനൊരു ജീവൻ ഉള്ളിൽ തുടി കൊട്ടുന്നു, പുറത്തു വരുന്നു. ആകാംക്ഷയോടുകൂടെ നമ്മൾ നോക്കിക്കാണുന്നു. ദൈവത്തിൻ്റെ പ്രകൃതി മുഴുവൻ അത്ഭുതമല്ലേ? ഓരോ ദിവസവും അത്ഭുതമല്ലാതെ വേറെ എന്താണ് ലോകത്തിൽ നടക്കുക? അത് നമുക്ക് മനസ്സിലാക്കി സൃഷ്ടിതാവായ ദൈവത്തിലുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുഖാന്തരമാകും. ചെറുപ്പകാലത്ത് ഞാൻ ഒരു കൃഷി കാര്യങ്ങൾ എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കൂടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. നെൽവിത്ത് സാധാരണ നെല്ലിൻ്റെ കൂടെ കിടന്നാൽ വിത്താകത്തില്ല. അതിന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പൊടി പിടിച്ച് കാറ്റത്ത് വേർതിരിച്ച് വീണ്ടും കൂടുതൽ ചൂട് ഏൽപ്പിച്ച് മുട്ടുസൂചിയുടെ വലിപ്പത്തിൽ അകത്തെ കാമ്പ് ചുരുങ്ങണം, അതുപോലെ ഉണങ്ങണം. പത്താഴത്തിലിട്ട ശേഷം വിത്ത് വിതയ്ക്കുന്ന കാലത്ത് വെള്ളത്തിൽ 22.5 മണിക്കൂർ ഇടണം. പിന്നെ ചാക്കിൽ കെട്ടി കച്ചി വെച്ച് തിരുകി ഭാരം വെച്ച് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നീരണിയിക്കണം. 4-ാം ദിവസം പുറത്തേക്ക് വിത്തുകൾ വരും. അത്ഭുതകരമായൊരു പ്രതിഭാസം. ഇത് നമുക്ക് ദൈവം തന്ന ഒരു വലിയ അനുഭവം, അനുഗ്രഹമാണ്. ജീവൻ്റെ വില, ജീവിതത്തിൻ്റെ വില കരുതാൻ അനേക ആളുകളെ ആവശ്യമുണ്ട്. ഇന്ന് നാം നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ കുട്ടികളാണ്, മുതിർന്നവരാണ്. ഈ 2 കൂട്ടർക്കും കരുതലും സ്നേഹവും ഏറെ ആവശ്യവും ഉള്ള ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. തിരക്കുള്ളൊരു ലോകത്തിൽ, സമയമില്ല എന്ന് നാം പറയുന്ന ഒരു കാലത്തിൽ ഈ 2 കൂട്ടരും അവഗണിക്കപ്പെട്ടുകൂടാ. അവരെ സംരക്ഷിക്കാൻ തക്കവണ്ണം ഈ പുസ്തകത്തിന് കഴിയും എന്നാണ് എൻ്റെ ചിന്ത. സാറിനത് കഴിയും. സാറ് ഞങ്ങൾക്കും സഭയ്ക്കും തരുന്ന വലിയ അനുഗ്രഹമാണ്. E.M. കോവൂർ എന്നൊരു വലിയ എഴുത്തുകാരൻ ഈ തിരുവല്ലയിലുണ്ടായിരുന്നു. മർത്തോമക്കാരനായിരുന്നു. ചെറുപ്പത്തിൽ ലൈബ്രറിയിൽ നിന്ന് പോയി വായിക്കുമ്പോൾ കോവൂർ സാറിൻ്റെ പുസ്തകങ്ങൾ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മാർത്തോമ സഭയ്ക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് ഷാജി സാർ. സാറിൻ്റെ കുട്ടികളാണ് സാറിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ഈ സഭയിലെ എല്ലാ മെത്രാന്മാരെയും
സാറിൻ്റെ കലാലയത്തിൽ കൊണ്ടുപോകും. മാർത്തോമ സെമിനാരിൽ പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ്. സാറിൻ്റെ നിഷ്കർഷയാണ്. എല്ലാ തിരുമേനിമാരും ഈ 42 പിള്ളേരെ കാണണം, കേൾക്കണം, പരിചയപ്പെടണം. മലപ്പുറത്ത് നിന്ന് വരുന്ന മുസ്ലിം കുട്ടികൾക്ക് എന്തിനാണ് മാർത്തോമ മെത്രാന്മാർ എന്ത് കൊടുക്കാനാണ്? എന്നാലും സാറിൻ്റെ ഒരു വലിയ താല്പര്യം അങ്ങനെ. അവർ സഭയെ അറിഞ്ഞു വേണം പുറത്തിറങ്ങാൻ. പുസ്തകത്തിനും അത് കഴിയും. അനേകർക്ക് അത് വായിക്കുമ്പോൾ ദൈവത്തെയും മനുഷ്യനെയും ജീവനെയും അതിൻ്റെ വിലയും കാണാൻ കഴിയും. പ്രിയപ്പെട്ട സാറിനെല്ലാം നന്മയും നേരുന്നു. തമ്പുരാന്റെ കാര്യം നാം എല്ലാവരോടും കൂടെ ഉണ്ടാവട്ടെ. ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തട്ടെ. ഈ പുസ്തകം ആദ്യാവസാനം ശ്രദ്ധാപൂർവം വായിച്ച് അനുചര സാധാരണമായ കൈയടക്കത്തോടും ശ്രദ്ധാപൂർവമായ വാക്കുകളുടെ തിരഞ്ഞെടുപ്പോടും ഈ പുസ്തകത്തിന്റെ സാരത്തെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് ഏറ്റവും ഉദാത്തമായ മകുടം പോലെ ആമുഖം അവതാരിക എഴുതി തന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. ആ അവതാരിക വായിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. തിരുമേനി എത്ര സമയമെടുത്തത് വായിച്ചിട്ടുണ്ടെന്ന്. തിരുമേനിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തക പ്രസാധനം തിരുമേനി പ്രകാശനം തിരുമേനി ചെയ്തതിൽ അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ബഹുമാനപ്പെട്ട ഷാജി സാറിൻ്റെ പേരിലും CSS ടീമിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഹൃദംഗമായ നന്ദി വിനയപൂർവ്വം രേഖപ്പെടുത്തുന്നു. അഭിനന്ദ തിരുമേനിയോടൊപ്പം നമ്മോടൊന്ന് കൂടെ എന്നുള്ളത് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അഭിനന്ദ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനിയാണല്ലോ. അഭിനന്ദ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഷാജി സാറിൻ്റെ പുസ്തകങ്ങളെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്ന ആളും സാറിൻ്റെ ആത്മീക ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്ന് സഞ്ചരിക്കുന്ന ആളുമാണ്. അഭിനന്ദ തിരുമേനി അവസാനം പറഞ്ഞ വിത്തിൻ്റെ ഒരു നറേറ്റീവ് തന്നെ നമ്മൾ കേൾക്കാത്തൊരു കാലവും ഈ പുസ്തകത്തിൻ്റെ തത്വശാസ്ത്രത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നതുമാണ്. അഭിമന്യ തിരുമേനി സമയം കണ്ടെത്തി വരികയും ഈ പുസ്തകം സ്വീകരിക്കുകയും ഈ പുസ്തകത്തെ ആശീർവദിക്കുന്ന വാക്കുകൾ പറഞ്ഞതും ചെയ്തതിൽ അഭിമന്യ തിരുമേനിയോട് ഷാജി സാറിൻ്റെ പേരിലും CSS ടീമിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനൊരു പള്ളിയിലിരിക്കുമ്പോൾ ആ പള്ളിയിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. കാര്യം, ഭർത്താവിൻ്റെ പിറന്നാൾ ഫേസ്ബുക്കിൽ എല്ലാവരും ആഘോഷിച്ചപ്പോൾ ഭാര്യ മാത്രം ലൈക്ക് അടിച്ചില്ല. അത്രയേ ഉള്ളൂ കാര്യം. അങ്ങനത്തെ കാലത്ത് പ്രത്യേക ക്ഷണം കൂടാതെ ഈ പുസ്തക ചടങ്ങ് നടക്കുന്നു എന്നറിഞ്ഞ് വരുന്ന മാർത്തോമാ സഭയുടെ വിനയമാണ് സക്രിയാസ് മാർ അപ്രയം തിരുമേനി. അഭിനന്ദ തിരുമേനിയോടുള്ള ഞങ്ങളുടെ ആദരവ് പ്രത്യേകമായി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. വന്യരായ വികാരി ജനറൽ അച്ഛന്മാര്, ബഹുമാനമുള്ള ജോർജ് മാത്യു അച്ഛനും ബഹുമാനപ്പെട്ട ഈശോ മാത്യു അച്ഛനും, സഭാ സെക്രട്ടറി BT മാൻസൺ, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട എബി അച്ഛൻ, മറ്റ് പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാരും, അതുപോലെ സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ഡേവിഡ് ഡാനിയൽ അച്ഛൻ, എല്ലാവരും ഉന്നത സ്ഥാനീയരായ എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനമുള്ള TTAയിലെ കുടുംബം സാറിൻ്റെ കുടുംബം പോലെയാണ്. ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറത്തില്ലെന്ന് പറഞ്ഞ് ശബ്ദം ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് തിരിച്ചാണ്. അപ്പോൾ അതുപോലെ അവിടെ ഒരു ക്ലൈമറ്റ് ഉള്ളത് കൊണ്ടാണ് ആ സ്ഥാപനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുള്ള കടപ്പാട് വേഗം രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാം ലൈവ് ഇവൻസിലൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. DSMNC ആണ് ആ വർക്ക് ചെയ്യുന്നത്. പ്രത്യേകമായ ആദരവും കടപ്പാടും നന്ദിയും CSSന് വേണ്ടി സാധനം വേണ്ടി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ പഞ്ചും ഇതിൻ്റെ കവറാണ്. കണ്ടന്റ് പ്രധാനമാണെങ്കിലും കണ്ടന്റിനേക്കാൾ കവർ പ്രധാനമാകുന്ന ഒരു കാലം കൂടെയാണല്ലോ ഇത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കവർ ഡിസൈൻ. 9 മണിക്കൂറോളം പലപ്പോഴായി ഈ കവർ ഡിസൈന് പിന്നിലുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധാപൂർവ്വം ഓർക്കുന്നു. പ്രിയപ്പെട്ട എബ്രഹാം വർഗീസ് അച്ഛനാണ് കവർ ഡിസൈൻ ചെയ്തത്. അച്ഛൻ്റെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾക്ക് സമയം തന്നു. അച്ഛനോടുള്ള എല്ലാ ആദരവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. എൻ്റെ CSS ടീമാണ് ഇതിന് ധാരാളമായ പ്രവർത്തനങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ട വിജോയ് സാറും പ്രിയപ്പെട്ട ബെഞ്ചമിൻ സാറും വളരെ ഒരു വർക്ക് പറഞ്ഞാൽ മിനിറ്റിനകം അത് ചെയ്യും. ഒരു വർക്കിന് ഒത്തിരി പ്രൊഫഷണൽ ആസ്പെക്ട്സ് ഉണ്ട്. അതെല്ലാം അവർക്കാണ് അറിയാവുന്നത്. ഞാൻ പുതിയ ആളാണ്. വളരെ നന്നായി CSS ടീം വർക്ക് ചെയ്യുന്നു. പ്രിയപ്പെട്ട വിജോയ് സാറിനോടും ബെഞ്ചമിൻ സാറിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. സാറിനെ കുറിച്ച് പെട്ടെന്നൊരു വാക്ക് പറയട്ടെ. തിരുമേനി പറഞ്ഞ സമയമുള്ള എനിക്ക് ടെൻഷനില്ല പറയുന്നത്, എന്നാലും പെട്ടെന്ന് പറഞ്ഞുകൊള്ളാം. സാറിൻ്റെ 20ാമത്തെ പുസ്തകമാണിത്. എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു വായിക്കും സാറേ, വായിച്ചിട്ട് മറുപടി പറയും. ഞാൻ പേടിച്ചാണ് പറഞ്ഞത്. ഇത്രയും ഭാഷാപരിജ്ഞാനമുള്ള ഒരാളോട് എങ്ങനെ ചെയ്യണം ഇത്? ഞാൻ ലൈൻ ബൈ ലൈൻ വായിച്ചു. സാർ ഒരു കുട്ടിയെപ്പോലെ അതിൻ്റെ ഓരോ വാക്കുകളെയും ഗൗരവപൂർവ്വം എടുത്തു. അങ്ങനെ വിമർശനത്തെ സ്വീകരിക്കാനുള്ള വിശാലതയുടെ പക്വതയാണ് അധ്യാപനം.
അങ്ങനെയുള്ള പക്വതയുള്ള ഷാജി സാർ എഴുതിയതിലെ ഓരോ വാക്കുകളും തീർച്ചയായും നമ്മളെ പ്രചോദിപ്പിക്കും. സാറ് ഞങ്ങളുടെ CSSന് പെയ്ത ഒരു നല്ല മഴയാണ്. സാറ് ഈ പുസ്തകം എഴുതിയതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തും. സാറ് പറഞ്ഞപ്പോൾ തിരൂരെന്നൊരു സ്ഥലം വേഗം എന്ന് പറഞ്ഞു പോയി. ഇവിടെ ഇരിക്കുന്ന ധന്യരായ തിരുമേനിമാർക്കും ചില അച്ഛന്മാർക്കും അറിയാം, തിരൂരെന്ന് പറഞ്ഞാൽ കോഴിക്കോടിന് തൊട്ടപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. തിരൂരെന്നൊരു പുസ്തകത്തിന് വേണ്ടി ആൾ വരുമെന്നാണ് പുസ്തകം ഇറക്കുന്നവരുടെ ധൈര്യം. വായിക്കുന്നില്ലെന്ന് പറയുമല്ല, പുസ്തകം ഇറക്കുമ്പോൾ ഒരു ധൈര്യമാണ്. പക്ഷേ കബീർ തിരൂരിന്ന് വന്നു പറയുന്നത് കബീറിനെ പോലുള്ള സുമനസ്സുകൾ ഈ ലോകത്തുണ്ടെന്നുള്ള പ്രത്യാശയാണ്. കബീർ അടക്കമുള്ള കാണാനിരിക്കുന്ന എല്ലാ വായനക്കാരോടും കൂടിയിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഷായ് സാറിനെ കുറിച്ചൊരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അത് പറയണമല്ലോ. CSSന് ഒരിക്കലും ഷാജി സാർ ഒരു സാമ്പത്തിക ബാധ്യതയല്ല. CSSൽ നിന്ന് റോയൽറ്റി സാർ വാങ്ങിക്കാറില്ല. സാർ അത് മുഴുവൻ പുസ്തകങ്ങളായി വാങ്ങിക്കുന്ന മാത്രമേ പതിവുള്ളൂ. കൂടുതൽ പൈസ ഇങ്ങോട്ട് തന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത്. CSSന് ഏറ്റവും കൂടുതൽ പുസ്തകം വാങ്ങിക്കുന്ന ആളുകൂടെയാണ്. അത് ഏറെ നന്ദിയോടുകൂടെ ഒരു നിസ്വനായ ഒരാൾക്ക് മാത്രമേ, ത്യാഗം ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ലോക വായനാ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ദൈവമായ കർത്താവെ, പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ പ്രത്യാശയുടെ ദീപമായി മഴ കാത്തു കിടക്കും വിത്തുകൾ എന്ന ഗ്രന്ഥം ഇന്ന് പ്രകാശനം ചെയ്യുവാൻ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യാശയുടെ നല്ല കിരണങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഈ ഗ്രന്ഥം ഇടയാക്കി തീർക്കണമേ എന്ന അപേക്ഷിക്കുന്നു. ഇത് രചിച്ച ഷാജി ജോർജ് സാറിനായിട്ട് സ്തോത്രം. 20 പുസ്തകങ്ങൾ രചിച്ച് സാവെ അറിവ് അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നല്ല പ്രത്യാശയും പ്രതീക്ഷയുമുള്ള, അനേകർക്ക് നല്ല മോട്ടിവേഷൻ നൽകുന്ന അനേക ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇനിയും ഇതിലും അധികം പുസ്തകങ്ങൾ എഴുതുവാനും അറിവ് പകർന്നു കൊടുക്കുവാനും സാറിൻ്റെ ശിഷ്ടായുസിലൂടെ ഇടയാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. സാവേ, സാറിനെ ഇതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാവർക്കായും സഹായിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. സാറിനെ മാർത്തോമാ സഭയ്ക്ക് ഒരനുഗ്രഹമായി തന്നതുകൊണ്ടും സാറിനെ ഏൽപ്പിച്ച TTI ഉൾപ്പെടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും നല്ല പ്രകാശപൂരിതമാക്കി തീർത്തുകൊണ്ടിരുന്നതിനായിട്ട് സ്തോത്രം. തുടർന്നും ഏറെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രകാശന കർമ്മം നിർവഹിച്ച അഭിമന്യ തിരുമേനിക്കായി, മെത്രാപ്പൊലീത്ത തിരുമേനിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇനി കർമ്മത്തിന് എല്ലാ നേതൃത്വം നൽകുവാനും ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദി കരയേറ്റുന്നു. അഭിമന്യ ബർണ്ണബാസ് അപ്രകൻ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായും അപ്രയം തിരുമേനിക്കായിട്ട് സ്തോത്രം. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടിയും ഇവിടെ വന്നിരിക്കുന്ന മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. CSSലൂടെ ഇതിൻ്റെ വിതരണമൊക്കെ നടക്കുമ്പോൾ അനേകരുടെ കരങ്ങളിൽ എത്തിക്കുവാൻ മുഖാന്തരമാക്കി തീർക്കണം. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കായിട്ട് സ്തോത്രം. സാറിൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെയും അനുഗ്രഹിക്കണം. കൂടി വന്നവരായ ഞങ്ങൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും അലംഭാവത്തോടും ആലസ്യത്തോടും നഷ്ടപ്പെടുത്താതെ ക്രിയേറ്റീവായി പലതരത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളെ അനേകർക്ക് പകർന്നു കൊടുക്കുന്നതിനൊരു മോട്ടിവേഷനായി ഇന്നത്തെ ഈ സംഭവം ഇടയാക്കി തീർക്കണം. വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പുത്രനും പരിശുദ്ധാർഹമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മുടെ എല്ലാവരോടും കൂടെ, പ്രിയപ്പെട്ട ഷാജി ജോർജ് സാറിനോടും കുടുംബത്തോടു കൂടെയും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.
you